അപ്പൊ ഞങ്ങള് സിം എടുക്കാൻ വേണ്ടി ഇവിടെ എത്തി. കഴിഞ്ഞ പ്രാവശ്യം എൻസെല്ലാണ് എടുത്തിരുന്നത്, പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ NTC സെല്ലാണ് എടുക്കുന്നത്, നമസ്തേ സെല്ല്. അത് പറഞ്ഞാൽ ഹിമാലയത്തിലൊക്കെ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം അത് എടുക്കാന്ന് ഓർത്തു. അപ്പം സിമ്മിന് ഒരു മാസത്തേക്ക് 20 GB വെച്ചിട്ട് ഒരു സിമ്മിന് അടക്കമായിട്ട് നമുക്ക് 920 നേപ്പാളിയാണ് പറയുന്നത്. സിമ്മിന് മാത്രമാണെങ്കിൽ ഇന്ത്യൻ റുപ്പി 200 റുപ്പിയാണുള്ളത്. 20 GB കൂടെ എടുക്കുകയാണെങ്കിൽ 920. അപ്പോൾ ഞങ്ങൾ എന്തായാലും നെറ്റ് വേണമല്ലോ, അപ്പോൾ 920 എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ടാൾക്കും കൂടെ സിം എടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, സിം എടുത്തിട്ട് വേണം പോയി നോക്കാൻ. ഓക്കെ, ആർക്കറിയാം. कन्याकुमारी कश्मीर। हाँ, कन्याकुमारी जम्मू कश्मीर। हाँ, वो गुड, वही पूछ रहा हूँ मैं, गया कि नहीं? हाँ, सेल्फी ले लो तुम लोग। सेल्फी नहीं, वीडियो। वीडियो। ഞങ്ങളെ സിം എടുക്കാൻ വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്താ. മൂപ്പര് നേപ്പാളി അല്ല, മൂപ്പര് UP-യിലുള്ള ആളാണ്, ഇന്ത്യയിലാണ്. പക്ഷെ മൂപ്പര് മുടി ഇവർ മുടി തിരിഞ്ഞു നേപ്പാളി ടൈപ്പ് हेयर आपका इंडियन टाइप नहीं है। दो शादी किया ना? ഇവിടെ 2 കല്യാണം കഴിച്ചിക്ക്. മൂപ്പര് ഇവിടെ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ സെറ്റിൽ ആയതാണ്. അപ്പൊ ഇന്ത്യയൊക്കെ വിട്ട് നേപ്പാളിലായി. പക്ഷെ മൂപ്പര് ഫുൾ ചില്ലാണ്, ഹാപ്പി മൂഡ്. ഞങ്ങക്ക് സിം എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇപ്പതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു വന്നിരിക്കുകയാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഖുഷിയാനാ? मरना है, ऊपर जाना है सबको। केवल इज्जत सम्मान प्यार मोहब्बत ही होना चाहिए। ഒരു ചില്ല് മനുഷ്യൻ അഫ്സൽ അവിടെ ഇരിക്കുന്നുണ്ട്. സെറ്റല്ലേ? ഓ പിന്നെ അല്ല, മച്ചാനും ആയിപ്പോ. ഓ ടീക്ക് അച്ഛാ ഗുഡ് യാ. വേണോ? ഓരോ ചായ ഇങ്ങോട്ട് കാച്ചി. നമ്മളെ മച്ചാനിതാ പാർലേജി ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മൂപ്പര് ഒരേ സ്നേഹം. UP-കാരനാ, ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ മൂപ്പർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം. ഭയങ്കര ചൂടാട്ടോ പുറത്ത്. എന്നാലും നമ്മളൊരു ചായ കുടിക്കായിരുന്നേ. ഇനി നമ്മള് സിമ്മൊക്കെ കിട്ടിയല്ലോ, നമുക്ക് പോവാലോ. സെറ്റാണ് മൊത്തത്തിൽ. മൂപ്പരെ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പിന്നെ ഓക്കെ ആയി. അപ്പൊ എന്തായാലും പോയി നോക്കാം. ഞങ്ങളെ ബാഗൊക്കെ ദീദീൻ്റെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നടക്കുന്നത് എന്താ വെച്ചാല് ലിഫ്റ്റ് കിട്ടാനുള്ള ആ സ്ഥലത്തേക്ക് എത്തുക അറിയാൻ വേണ്ടി നടക്കുകയാണ്. അവിടെ എത്തിയിട്ട് ലിഫ്റ്റ് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫുട്ബാലിലേക്ക് കയറും. ഇത് ഫുട്ബാലിന് എന്ത് ചെയ്യും, ലിഫ്റ്റ് കിട്ടോ. അഫ്സൽ മൈ ബോട്ട് ട്രാവലർ. ഞങ്ങൾ ആദ്യത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടോ. കാഠ്മണ്ഡുവിലേക്കുള്ളതാണ്. ഫുള്ളൊന്നും ഇതിന് പോകാൻ കഴിയില്ല. മിലിറ്ററിക്കാരാണ് ഗേറ്റ് തന്നത്. മിലിറ്ററിക്കാർ മാത്രല്ല, നേരത്തെ പറഞ്ഞ ആ ടീമൊക്കെ ഉണ്ട്. കുറച്ച് നേപ്പാളീസ്, കുറച്ച് ഇന്ത്യൻസ്. ഇവരെല്ലാരും കൂടെ നമ്മളെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിട്ട് അവരെ കൺസേൺ ഒന്ന് കാണണം. അയ്യോ വിഷയം. അവരെല്ലാരും കൂടിയാണ് നമുക്കുള്ള ഈ ട്രക്ക് വിളിച്ചെന്ന് കയറ്റി തന്നത്. സങ്കടാവുന്നുണ്ട്. ഭയങ്കര സ്നേഹാണ്. ഒരു അരമണിക്കൂറായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രക്കിൽ പോകുന്നത് സേഫ് അല്ല, ട്രക്കിൽ പോകണ്ട. എന്റെ ഫോണ് കാണാനില്ല. ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഫോൺ എവിടെ പോയി അറിയില്ല. ഞങ്ങളിപ്പോ വാട്സപ്പിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വാട്സപ്പിൽ വിളിച്ചു നോക്കിട്ട് ഇവിടെ വരെ ഉണ്ടായിരുന്നു ഫോൺ, പക്ഷെ ഫോൺ ഇപ്പൊ കാണാനില്ല. എന്തായാലും നോക്കട്ടെ ഇവിടെ പോയി എന്നുള്ളത്. എന്താണ് നമുക്ക് ലിഫ്റ്റ് എന്ന് വെച്ചാൽ വയ്യ എവിടെയോ ഫോൺ മറന്നു വെച്ച് മോനിക്കാട്ടോ. മിക്കവാറും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. നോക്കാം. നമ്മളെ പയ്യന്റെ ഫോണോട് മറന്നു വെച്ചിട്ട് മിലിറ്ററി ഓഫീസില്. അപ്പൊ എടുക്കാൻ വേണ്ടി തിരിച്ചു പോവാ. പയ്യാകെ ബേജാറായി. പിന്നെ ഞങ്ങളെ വാട്സപ്പ് നമ്പർ കോൾ ചെയ്തപ്പോ കിട്ടി, അവിടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ തിരിച്ചു പോവാണ്. മൂപ്പര് രാജസ്ഥാനിലെ ജയ്പൂര്. ഇന്ത്യനാണല്ലോ, അപ്പൊ പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാക്കൂലല്ലോ. പിന്നെ നൈസ് മനുഷ്യരാട്ടോ, അടിപൊളിയാ. ഇതാവട്ടുണ്ട്, സെറ്റാണ്.
അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിട്ടോ. ഫോൺ കിട്ടി ഫോൺ കിട്ടി. വിഷയമൊന്നുമില്ല. നമ്മള് വീണ്ടും ഇതാ യാത്ര ചലിക്കുകയാണ്. വന്ന വഴി തന്നെ തിരിച്ചു പോവാ. എല്ലാം ഓൾറൈറ്റ് ആയി. ഞങ്ങളിങ്ങനെ പോവാണ്. വിഷയമൊന്നുമില്ല. എന്ത് വീഡിയോ? അവരുണ്ടല്ലോ ഈ ട്രക്ക് ഓടിക്കുന്നവർക്ക് പോലീസ് ചെക്കിങ് ഭയങ്കര കൂടുതലാ. ചെക്കിങ് മാത്രല്ല, ഓരോ ചെക്ക് ചെയ്യുന്നോടത്ത് 50 വെച്ച് ഗവൺമെന്റ് എത്തുമ്പോഴേക്കും ഒരു 3000-4000 രൂപ കൊട്ടും. എന്തിന്? ഈ ട്രക്ക് ഒന്ന് അവിടെ എത്തി കിട്ടാന്. അവസ്ഥയാണ് നമ്മളെ ബയ്യ. ഓരോ ആളെ പൈസ എടുക്കുമ്പോ നമ്മളെ പോത്തേക്ക് നോക്കും. ഇതാണ് നമ്മളെ ആള്. ഒരു പാവം. ഇത്രയും പൈസ അവിടെ ഇവിടെ കൊടുത്തിട്ട്. പക്ഷെ ഇവർക്ക് ശീലമായിരിക്കും. പക്ഷെ ഇന്ത്യയിലില്ല കേട്ടോ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും. പക്ഷെ നേപ്പാളില് ഈ ട്രക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഓരോ ചെക്ക് ചെയ്യുന്ന പോസ്റ്റിലും 50 വെച്ചിട്ട്, അതും ചെക്ക് പോസ്റ്റ് പറഞ്ഞാല് ഈ ചായക്കട പോലെയാ. 10 കൂടുമ്പം ചെക്ക് പോസ്റ്റ് വരും, അല്ലെങ്കിൽ പോലീസ് ചെക്കിങ് വരും. വെറുതെ അങ്ങനെ മാത്രം എന്തോരം പൈസ കൊടുക്കണം എന്നറിയോ അവസ്ഥ. എന്തായാലും ചൂടാണ്. ചൂടും പൊട്ടിയും അവര് ചുട്ടേക്കെത്തല്ല പോലാവും. കുഴപ്പമില്ല. ഫ്രഷാവാൻ പറ്റുമോ നോക്കാം. പിന്നെ ടെന്റ് അടിച്ചൊക്കെ കിടക്കണം. റോഡൊക്കെ അവസ്ഥയാണ്. ഇപ്പോഴും റോഡ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുണ്ടും കുഴിയും ചാരലും ഊട്ടിയും വിഷയം. കുലിങ്ങി ഇങ്ങനെ പോവാ. എന്താ കഥ അല്ലേ? അവസ്ഥയാണ്. ഇതൊക്കെ നന്നാക്കിക്കൂടെ? എത്ര കാലായി പണി തുടങ്ങിയിട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഏത് കേറില്ല ഒന്നും പറയാൻ പറ്റൂല. ആകെ നമ്മളെ കയ്യിലേ അല്ല. ഏകദേശം ഇപ്പൊ 7:10 7:10. നേപ്പാളിലൊക്കെ നല്ല ഇരുട്ടായി. നമ്മളിപ്പോഴും നമ്മൾ നേരത്തെ കേറിയ ലിഫ്റ്റിൽ തന്നെയാണ്, മീൻസ് ട്രക്കിൽ തന്നെയാണ്. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇതുവരെ ചായ കുടിക്കാൻ പോലും നിർത്തിയിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ ചായ കുടിക്കാൻ നിർത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോ പുറത്തേക്കൊന്ന് ഇറങ്ങണം, ചായ കുടിക്കണം. പറഞ്ഞില്ലേ പണ്ടത്തെ പോലെ തന്നെ ചിലപ്പോൾ എത്തുമായിരിക്കും ചായ കുടിക്കാന്. നോക്കട്ടെ. ഇന്ന് രാത്രി എവിടെയാണോ ഈ വണ്ടി നിർത്തുന്നത്, നമ്മൾ അവിടെ എവിടെയെങ്കിലും ടെൻഷൻ കിടക്കും. നാളെ രാവിലെ ഈ വണ്ടി തന്നെ പോകാൻ പറ്റുകയാണെങ്കിൽ പോകും, ഇനി വേറെ വണ്ടി പോകും. ഞങ്ങൾ വന്ന വണ്ടിയാണ്. വണ്ടി അവിടെ നിർത്തിക്കണ്. എവിടെയോ ബാഗ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അഫ്സൽ ഇവിടെ ഉണ്ട്. മുന്നിൽ കുറെ കടകളൊക്കെ കാണാണ്ട് അവിടെ ആയിട്ട്. എന്തായാലും ഇനിയിപ്പോ എങ്ങനെ പോകേണ്ടതൊന്നും അറിയില്ല. ജസ്റ്റ് മുന്നോട്ട് നടന്നു നോക്കാം. ഏതെങ്കിലും കടേന്റെ സൈഡിലോ എവിടെയെങ്കിലും ആയിട്ട് ടെന്റ് അടിക്കാൻ പറ്റുമോ നോക്കണം. 9 മണിയായി. എവിടെയാന്ന് പോലും അറിയില്ല. നോക്കട്ടെ, പോയി നോക്കട്ടെ, ജസ്റ്റ് നടന്നു നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടിയെന്താ വെച്ചാൽ ഇവന്റെ ബാഗൊന്ന് ജസ്റ്റ് പൊട്ടിക്കണ്. ഇനിയിപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകണം. വിഷയമാണ്. എന്നാലും ഞങ്ങളെല്ലാം കൂടെ പെറുക്കി കൂട്ടിയതാ പോവാണ്. ജസ്റ്റ് പോയി നോക്കട്ടെ കേട്ടോ.
ഓക്കെ. അപ്പം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി എവിടെ കിടക്കുമെന്ന് ആലോചിച്ചിരുന്നിട്ട് ഞങ്ങൾ അവിടുത്തെ പോലീസുകാരോട് ചോദിച്ചു കുറച്ച് സ്ഥലം കിട്ടുമോ ടെൻ്റ് അടിക്കാൻ. അപ്പം എന്നിട്ട് അവർ ഇങ്ങനെ തപ്പി അവരവിടെ ഫുൾ ടൈം ഡ്യൂട്ടിയാണ്, 24 hour ഡ്യൂട്ടിയാണ്. അവരെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്ഥലം കാണിച്ചു തന്നു ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള ഓരോ സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഇവിടെ ഒരു കടയാണ്. കണ്ടോ കാണുന്നുണ്ടോ? യെസ്, കടയാണിത്. ഇതിൻ്റെ ആള് മുതലാളി രാവിലെ 7 മണിക്ക് വരും. ആ മുതലാളി വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് എണീച്ച് പോകണം 7 മണിക്കെങ്കിലും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് സൈഡാവണം. പിന്നെ അവിടെ ദൂരെയായിട്ട് കണ്ടില്ലേ, അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വിഷയമല്ല. പിന്നെ നമ്മൾ സേഫാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ആരുണ്ട്, അവിടെ നമ്മളെ ഓഫീസേഴ്സ് ഫുൾ ടൈം ഡ്യൂട്ടി ഉണ്ട്. സോ സേഫാണ്. പിന്നെ അടിക്കുക, ഇങ്ങനൊക്കെ തന്നെയല്ലേ ജീവിതോ. ഇനിയിപ്പോൾ നടക്കാനൊന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ രാത്രി ഓൾറെഡി 9 ആയി. ഇനിയിപ്പോൾ എങ്ങോട്ട് നടക്കാനാ? പിന്നെ റോഡ് ബ്ലോക്കാന്നാ കേട്ടെ. ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ട് റോഡ് ബ്ലോക്കാണ്. നാളെ ഇനി പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. പക്ഷേ 7 മണിക്ക് എണീച്ച് പോകണം എന്തായാലും. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പ് നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇരുട്ടാണ്ട് കാണുക അറിയില്ല. ഇങ്ങനൊരു സ്ഥലമാണ്. ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള വകുപ്പ് നോക്കുന്നത്. അവസരത്തിയിട്ടുണ്ട്. അവൻ്റെ ബാഗ് അവിടെയേനു. എന്താടാ എന്ത്? ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ എടുത്തോ എൻ്റെ ഞാൻ എടുത്തരാം. അവിടുന്ന് എടുത്തോ. ഓ, ബാഗൊക്കെ ചളി അയക്കണം. ഉൾപ്പൊടി നാളെ തുടയ്ക്കാം. പോയി ഇല്ല, അതല്ലടാ ഉള്ളില്. ഇതാ ഉള്ളില് അയക്കണോ? ഞാൻ അയക്കണമെങ്കിൽ അയച്ചുതരാം. കിട്ടി. ഹലോ, ഏതോ കടേന്റെ ഉള്ളിലൊക്കെ വന്ന് അടിക്കാണ്. ഇവിടെ തന്നെ ഇങ്ങനെ ഈ ഒരു വാതിൽ ഇവിടേക്ക് ഈ സൈഡിക്ക്. ടെൻ്റ് അടിച്ചു കൊടുക്കണോ? നോക്കട്ടെ എന്താ. നാളെ 7 മണിക്ക് ഇറങ്ങണം. ഞങ്ങൾ ടെൻ്റ് അടിച്ചെടുക്കാണ്. ഞാനും അഫ്സലൊക്കെ ഒരേ പൊളി. ആദ്യമായിട്ട് ടെൻ്റ് കാണണം. പക്ഷെ ടെൻ്റ് അങ്ങോട്ട് ഇഷ്ടമായി ഓന്. ഓൾ സെറ്റ്. ടെൻ്റ് അടിക്കൽ നമുക്ക് ഒരു വിഷയമല്ല. ഈ ടെൻ്റ് മോന്റെ വേറെ ടെൻ്റ് ഉണ്ട്. അങ്ങനെയല്ല, തിരിച്ചേക്കും കേട്ടോ. തിരിച്ചേക്കും. തിരിച്ചാണ്. ചെറിയ വ്യത്യാസം. ഇതാണ് കേട്ടോ. ഇതാണ് ഓപ്പണിങ്. ഇവിടെ ഇത് പോട്ടെ. അച്ഛാണോ എന്നല്ല നോക്കണം. വെച്ചിരുന്ന വിഷയമുണ്ട്. ഇവിടെ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്. ആടെ കുടുങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ കൊളുത്തി വെച്ചിട്ടുണ്ട്. കോയങ്ങി സ്ഥലം കിട്ടിയല്ലോ. ഇനിയിപ്പം അവിടെ ടോയ്ലറ്റിൽ പോയിട്ട് എന്താ പറയാ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്കനും കൂടി നടക്കുക. എന്നാലും ടെന്റ് ഒന്നുകൂടെ സെറ്റ് ആക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ കെട്ടാൻ കൂടെ ഉണ്ടായിരുന്നു. കെട്ടിയിട്ടുണ്ടാവില്ലല്ലേ? സാറില്ല, കെട്ടണ നിർബന്ധമൊന്നുമില്ല. പാറിപ്പോന്നുമില്ല. എന്തായാലും സെറ്റാ. സെറ്റാണെടാ. പവറാണ് മോനെ. പറ. ഇരുട്ടത്ത് വന്ന് ഈ കമ്പികളൊന്നും ഇടിക്കരുതേ.
ഇതിനൊരു വീഡിയോ ഫുള്ളാക്കാൻ പറ്റി. അപ്പൊ ടെന്റ് അടിക്കണൊക്കെ വീഡിയോ എടുക്കണ്ടേ? റെസ്റ്റ് ഒന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ടോർച്ച് എടുത്തരാം. എടുത്തരാലോ. ഇതിങ്ങനെയാണോ? തിരിച്ചല്ലേ ഉള്ളിൽ അത് കിടക്കുന്ന ഭാഗം, ഇത് പുറത്തെ ഭാഗം. ആ ആ പോരട്ടെ. ഇങ്ങോട്ട് അത് കുറച്ചുകൂടെ ഇങ്ങോട്ട് നിൽക്കൂടെ? കുറച്ചുകൂടെ. സംഭവം ഉണ്ടല്ലോ, റോഡ് സൈഡിലാണ്. ഇവിടെ ഉണ്ടോ, ഇത് റോഡാണ്, മെയിൻ റോഡ്. ഈ റോഡ് സൈഡിലായിട്ട് ഇതാ ഈ ഒരു ചെറിയ പെട്ടിക്കടേൻ്റെ അടുത്ത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ടെന്റ് അടിച്ചേക്കണേ. കണ്ടാ, സംഭവം സെറ്റാണ്. പറയാൻ സമ്മതിക്കില്ലല്ലോ ഗൈസ്, എന്താ ചെയ്യാ. ആ ഫാൻസിന്റെ അടി മേടിക്കുക അവൻ. ഓനവിടെ ടെന്റ് സെറ്റാക്കുന്ന പരിപാടിയില്ല. അവനെ കുറ്റം പറയാൻ പറ്റൂല. ചെക്കനെ കാണിച്ചതാ, ചെക്കൻ ഫുൾ സെറ്റാണ്. ഇനിയിപ്പോ ഞാൻ ചെക്കനെ കൊണ്ട് പണിയിപ്പിക്കാന്നൊന്നും പറയരുത്. ബാഗോ? എന്റെ ബാഗാ? എന്റെ ബാഗൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഫുൾ പൊടിയാണ്. കണ്ട 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 തേങ്ങ. കുളിക്കണം ഗൈസ്, ആകെ പൊടി ഇതാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടെന്ന്. ഞങ്ങളുടെ ഇതവിടെയാണ്, ടെൻറ്റും ക്യാബിനും ഒക്കെ അവിടെയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് നടന്നു പോന്നു. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. സോ കുളിക്കണം. ഇപ്പൊ കുളിക്കാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ, ഇവിടെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ. ആകെ അലമ്പായിക്ക്. അയ്യോ, രാത്രി 11:15 ഇപ്പോഴാണ് വന്ന് കുളിക്കാൻ പോരുന്നത്. ടോയ്ലറ്റിൻ്റെ അവസ്ഥ എന്താണാവോ? വിഷയം ഇല്ല, വലിയ പ്രോബ്ലം ഇല്ല, വിഷയമില്ല. സോ നോക്കാം, എൻ്റെ അവസ്ഥ നോക്കാം. കുളിക്കുന്നൊന്നും കാണിക്കില്ല കേട്ടോ, അതൊന്നും ഉണ്ടാവില്ല. കുളി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ കുളി കഴിഞ്ഞു ഗൈസ്, കുളിയെല്ലാം കഴിഞ്ഞു. ഇനി വേണം എന്തെങ്കിലും കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു സുഖം. അതോ ടെൻറ്റിൻ്റെ അടുത്തേക്ക് നടക്കുക, പരക്കൂരിട്ട്. വാവ്, എന്ത് രസം. ആരുമേ ഇല്ല. പക്ഷേ അവിടെ മെയിൻ റോഡാട്ടോ. ആ കാണുന്നിടത്ത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും എന്തെയും ഉണ്ടാക്കാൻ നോക്കട്ടെ. ഓക്കേ, കുളി കഴിഞ്ഞപ്പോൾ മക്കളെ സമാധാനം, സന്തോഷം. ചെക്കൻ വെള്ളം വാങ്ങാൻ പോയിക്കണം. അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് പറയൂ? യെസ്, നമ്മൾ ഇതാ ഇங்கே നമ്മുടെ സ്റ്റൗ ഇരിക്ക്, സോറി, നമ്മുടെ സ്റ്റൗ ഉണ്ട് ഇവിടെ. അതിന് നമുക്ക് എന്തെങ്കിലും ചായയെങ്കിൽ ചായ, ഓട്സ് എങ്കിൽ ഓട്സ്, എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. വല്ലാത്തൊരവസ്ഥയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകളുടെയും അൺപ്ലാൻഡ് യാത്രകളുടെയും ഒക്കെ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെയാണ്, അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ്. പറഞ്ഞില്ല എന്ന് വേണ്ട, എൻ്റെ കൂടെ ഇങ്ങനെ ട്രിപ്പിന് വരട്ടെന്നൊക്കെ ചോദിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. ഫുഡൊക്കെ ചിലപ്പോൾ രാത്രി കിട്ടിയേക്കാം, കിട്ടിയില്ലായിരിക്കാം, കുളിച്ചേക്കാം, കുളിക്കാതിരിക്കാം. കൊതുകടി കൊള്ളാം. ഇവിടെ ഫുള്ള് കൊതുകാണ്. എൻ്റെ പൊന്നോ, കാണിച്ചു തരാൻ പറ്റണ്ടേ? ഫുള്ള് കൊതുകാണ്. ഇന്നൊക്കെ ഉറങ്ങലുണ്ടാവില്ല, കൊതുക് അത്രക്കുണ്ട്. വിഷയം പറഞ്ഞോ. 2 മുട്ട മാത്രമേ കഴിച്ചുള്ളൂന്ന്. ഒന്ന് ഞാനും. ഇപ്പൊ അതിന് ശേഷം ഇതപ്പോൾ ഓട്സ് ഉണ്ടാക്കി കഴിക്കുകയാണ് രാത്രി 12 മണിക്ക്. മസാല ഓട്സ് നാട്ടിൽ നിന്ന് വാങ്ങി പോകുന്നത്. വിറ്റ് കേസാണ് ഞങ്ങള്. നോക്കണ്ട നിങ്ങളാരും. ഒരു ചായയും കുടിച്ച്, ചായന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സാറില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഹിച്ചയ്ക്കൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ഫുഡടി ചെറുതായിട്ട് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് 3 മണിയായി. ഇപ്പം കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് ചൂടാണ്, പ്ലെയിൻ ഏരിയ അല്ലേ. ഇനിയിപ്പം മൗണ്ടെയിൻസിലേക്ക് എത്തുമ്പം കുറച്ച് തണുപ്പ് കിട്ടുമായിരിക്കും. ടെൻ്റൊക്കെ അടിച്ചു, ഞാൻ പറഞ്ഞല്ലേ. ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അല്ലോ, 3 മണിയായി, ഇതിൽ ഉറങ്ങിയിട്ടില്ല. തേങ്ങാക്കോല. ശരി,
സൈഡായോ കുറച്ചൊക്കെ തയ്ക്കണം.